കഴിഞ്ഞ ദിവസം വലിയൊരു കുമ്മട്ടിയായിട്ട് 3 പെൺകുട്ടികൾ വാച്ച് ശരിയാക്കാൻ വന്ന് 2 വരെ വാച്ച് ശരിയാക്കണം. ഒരാളുടെ വാച്ച് ശരിയായി കൊടുത്ത് 100 രൂപ എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്ത് കാശ് തന്നു. മറ്റയാളുടെ ശരിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ 2 പേരും കൂടി മുന്തിരി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഇയാളോട് ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ കുറച്ചപ്പുറത്തുള്ള ഓഫീസിലാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ വാച്ച് ചെയ്ത് കഴിഞ്ഞ് 130 രൂപയായി. അപ്പോഴേക്കും അവർ തിരിച്ചെത്തി. അപ്പോൾ ഈ കുട്ടി മറ്റവരോട് പറഞ്ഞു ഒരു 30 രൂപ കൂടി കൂട്ടിയിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ കുട്ടി ഒരു 30 രൂപ 30 റുപ്പീസ് ഗൂഗിൾ പേ ചെയ്ത് 30 റുപ്പീസ് റിസീവ്ഡ് എന്നൊക്കെ അതിൽ പറഞ്ഞു കേട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് 130 അല്ലേ ചെയ്യേണ്ടത്, ഇത് 30 അല്ലേ ചെയ്തോളൂ. അപ്പോഴേക്കും അവർ പോയിട്ടാ. അപ്പോൾ ഞാൻ ആലോചിച്ച് വിളിക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഫോണൊക്കെ എടുത്ത് നോക്കി. 100 രൂപ ആദ്യം വന്ന്, പിന്നെ 30 രൂപ വന്ന്, പിന്നെ എൻ്റെ 100 രൂപ തന്നിട്ടില്ല എന്നുള്ള ഞാൻ ഉറപ്പാക്കി. അപ്പോഴേക്കും അവർ പോയിട്ടാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ വരെയൊക്കെ എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പോയി ചോദിക്കണ്ടേ 100 രൂപ കേസല്ലേ ഉള്ളൂ, ചിലപ്പോൾ അവർ അറിഞ്ഞിട്ട് കൊണ്ട് തരുമോ അങ്ങനെ ആലോചിച്ചു. പിന്നെ തോന്നി വേണ്ട, ഇപ്പോൾ തന്നെ ചോദിക്കുക. ഞാൻ വേഗം ഡോർ ലോക്ക് ചെയ്ത് വണ്ടി എടുത്ത് അവരുടെ പുറകെ പോയി. അപ്പോൾ അവർ ഓഫീസിൽ എത്തിയിട്ടുണ്ടാവില്ല, റോട്ടിൽ വെച്ച് കാണാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അവർ റോട്ടിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ നേരെ അവരുടെ ഓഫീസിൻ്റെ അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റിക്കാരൻ അവിടെ ഉണ്ടായി. ആളോട് ചോദിച്ചേട്ടാ കുമ്മട്ടിയൊക്കെ ആയിട്ട് 3 കുട്ടികളിലേക്ക് ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതെ അങ്ങോട്ട് പോയി ഓഫീസിലേക്ക് പോയിട്ട്. അപ്പോൾ ഞാൻ വേണോ ചോദിക്കണോ, ഓഫീസിൽ പോയി ചോദിക്കണോ, 100 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചെന്ന്. അപ്പോൾ അയാൾ അവിടെ തന്നെ വണ്ടി അവിടെ വെച്ച് അങ്ങോട്ട് കയറി ചോദിച്ചു. അപ്പോൾ ഞാൻ വേഗം ചെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടീനോട് ചോദിച്ചു 30 രൂപ അല്ലേ ഗൂഗിൾ പേ ചെയ്ത് തന്നോളൂ എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു എടി നീ 30 രൂപ ചെയ്തോളൂ. അത് വേഗം 100 രൂപ കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. അപ്പോൾ സെക്യൂരിറ്റിനോട് ഒരു താങ്ക്സ് പറഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയാൽ അപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചോളണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.